അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. നമ്മൾ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ മഹത്വം വലുതാണ്. മാത്രമല്ല, ഈ സൂറത്ത് 3 പ്രാവശ്യം ചൊല്ലിയാൽ ഖുർആൻ മുഴുവൻ ഓതിയതിന് സമാനമായ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഈ സൂറത്ത് ഓതുന്നത് വഴി നമുക്ക് ആഖിറത്തിലും ദുനിയാവിലും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ്. ആഖിറത്തിൽ ഒരുപാട് നമുക്ക് വമ്പൻ പ്രതിഫലങ്ങളാണ് ലഭിക്കുന്നത്. ദുനിയാവിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും മാറ്റം വരുന്നതാണ്. ആ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത് തന്നെയാണ്. ഈ സൂറത്ത് ചെറുതാണെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ വിശാലമാണ്. ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. അവൻ ഒരുവൻ മാത്രമാണ്. അവൻ ആരുടെയും മകനല്ല. അവൻ ആരും തുല്യനുമല്ല. ദുനിയാവിലുള്ള പ്രയോജനങ്ങൾ നമ്മുടെ ഈമാൻ ശക്തമാകും. അള്ളാഹുവിൻ്റെ ഏകത്വം പറയുന്ന സൂറത്താണിത്. നമ്മുടെ ഈമാൻ ശക്തമാകാൻ കഴിയും. ഈ സൂറത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പാകും. നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാതാവുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് ചൊല്ലുന്നത് നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാകാൻ കഴിയും. മറ്റ് ദുഷ്ടശക്തികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലി നോക്കൂ. നമുക്ക് സുഖമായി ഉറക്കവും നമ്മളെ എല്ലാ ദുഷ്ടശക്തിയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ചൊല്ലിയാൽ ഖുർആൻ മുഴുവൻ ഓതിയതിന് പ്രതിഫലമാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആഖിറത്തിലുള്ള പ്രയോജനം അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും. ഈ സൂറത്ത് സ്നേഹിച്ച് ചൊല്ലുന്നവരെ അള്ളാഹു സ്നേഹിക്കും. സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയും കൂടിയാണ്. ഈ സൂറത്ത് പതിവായി ചൊല്ലുന്നവർക്ക് ജന്നത്ത് ലഭിക്കാൻ അള്ളാഹു വലിയ അവസരം നൽകിയിട്ടുണ്ട്. പാപമോചനം കിട്ടും. സത്യസന്ധമായി ചൊല്ലുമ്പോൾ പാപങ്ങൾ മാപ്പാക്കാൻ കാരണമാകും. ഇതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു ഒരുവൻ മാത്രമാണ്. അവനോട് പങ്കാളി ആരുമില്ല. അള്ളാഹു സമദ്. ആശ്രയിക്കപ്പെടുന്നവൻ, എല്ലാവർക്കും ആശ്രയമുള്ളവൻ. പക്ഷെ അവന് ആരും ആവശ്യമില്ല. യം യലിദ് വലം യൂലദ്. അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. അവന് മാതാപിതാക്കളും ഇല്ല, മക്കളില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവനോട് തുല്യനായ ഒരാളുമില്ല. അവനെ പോലെ ആരുമില്ല. ഈ സൂറത്ത് അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്നവർക്ക് തൗഹീദ് ശരിയാകും. ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനമായ കാര്യം ഇതാണ്: ശിർക്ക് ഒഴിവാക്കാം. അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെ ചേർക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. അത് ഈ സൂറത്ത് ഓതുന്നതിലൂടെ അത് തടയുന്നു. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ കാരണമാകുന്നു. ഈ സൂറത്ത് സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കും. ആഖിറത്തിൽ ഏറ്റവും വലിയ വിജയം ഇതാണ്: അള്ളാഹുവിൻ്റെ സ്നേഹം. നമ്മുടെ നന്മയുടെ തൂക്കം വർദ്ധിക്കും. നമ്മൾ വെറുതെ ചൊല്ലിപ്പോകുന്നത് പോരാ, അർത്ഥം മനസ്സിലാക്കി വിശ്വസിക്കണം. അപ്പോഴാണ് ആഖിറത്തിൽ നമുക്ക് വലിയ ഗുണം കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് ആരാണ് ഒരു ദിവസം 10 പ്രാവശ്യം ചൊല്ലുന്നത്, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയും. ഇതെന്താണ് അർത്ഥം? വെറുതെ നമ്മളങ്ങ് ചൊല്ലിപ്പോകുന്നതല്ല അതിൻ്റെ അർത്ഥം. ഈമാനോടെ വിശ്വാസത്തോടെ ചൊല്ലണം. സ്ഥിരമായി ചൊല്ലണം. ഹൃദയത്തിൽ അർത്ഥം അറിഞ്ഞ് ഉൾക്കൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ അള്ളാഹു ആഖിറത്തിലെ വലിയ പ്രതിഫലം, സ്വർഗത്തിലെ വീടോ കൊട്ടാരമോ ഒക്കെ നമുക്ക് നൽകും. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റായ ധാരണ. നമ്മൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ മതി, നമുക്ക് എല്ലാ പ്രതിഫലവും ഇങ്ങ് കിട്ടുമെന്ന് വിചാരിക്കും എല്ലാവരും. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കി വിശ്വാസത്തോടെ ജീവിതത്തിൽ നടപ്പിലാക്കുക. എങ്കിൽ മാത്രമേ നമ്മൾക്കിതിനുള്ള പ്രതിഫലം കിട്ടുകയുള്ളൂ. കാരണം ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ ഏകത്വം, തൗഹീദ് മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ്. തൗഹീദാണ് ആഖിറത്തിൽ നമ്മുടെ രക്ഷ. ഒരുപാട് ഗുണങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിന് ഉണ്ട്. ഒരുപാട് ഗുണങ്ങൾ. നമ്മുടെ മക്കൾ രാത്രി ഉണർന്ന് പേടിച്ച് കരയുമ്പോൾ എഴുന്നേറ്റിരിക്കുമ്പോൾ അവരുടെ തലയിൽ 3 പ്രാവശ്യം ഊതി കൊടുക്കുക. പെട്ടെന്ന് അവരുടെ കരച്ചിൽ മാറുകയും പിശാചിൻ്റെ ശക്തിയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും.
നമുക്ക് മാനസികമായോ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് കഴിയുന്നത്ര തവണ 10 തവണയോ 11 തവണയോ 17 തവണയോ ചൊല്ലി നമ്മുടെ ശരീരത്തിലെ വേദനകൾ ഉള്ള സ്ഥലത്ത് ഇഷ്പി ചൊല്ലി ഊതി മന്ത്രിച്ചാൽ നമുക്കതിന് ശമനം കിട്ടും ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് പതിവാക്കി ചെല്ലുന്നവർ ദുനിയാവിലും സമാധാനം കിട്ടും, ആഖിറത്തിലും വലിയ വലിയ പ്രതിഫലങ്ങൾ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഒരു ചെറിയ സമയം മതി, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതി ഒരു ചെറിയ സൂറത്ത് തിന്നതിന് വേണ്ടി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഒരുപാട് പ്രതിഫലങ്ങളാണുള്ളത്. ഇതൊന്നുമല്ല, ഒരുപാട് നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് പ്രതിഫലങ്ങൾ ഈ സൂറത്ത് ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കും. ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന ഓരോ നമസ്കാരത്തിന് ശേഷവും രാവിലെയും വൈകുന്നേരവും ഉറങ്ങുന്നതിന് മുമ്പും എപ്പോഴും വേണമെങ്കിലും നമുക്ക് ചെല്ലാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. യാ അല്ലാഹ്, നമ്മൾ പലപ്പോഴും നാവ് കൊണ്ട് മാത്രം ചൊല്ലുന്നു, പക്ഷേ നമ്മുടെ ഹൃദയം അകന്നിരിക്കുന്നു. നമ്മൾ നാവ് കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്, പക്ഷെ മനസ്സിന് അത് ആഴത്തിൽ ഇറങ്ങി പോകുന്നില്ല. സൂറത്തുൽ ഇഖ്ലാസ് മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കണമേ. നിൻ്റെ ഏകത്വത്തിൽ ഉറച്ച വിശ്വാസം തരണമേ. നീ വാഗ്ദാനം ചെയ്ത ആ കൊട്ടാരങ്ങളിൽ നമ്മൾക്കും ഒരു സ്ഥാനം നൽകണമേ യാ അല്ലാഹ്. യാ റബ്ബേ, ഈ ലോകം വിട്ടുപോകുമ്പോൾ നിൻ്റെ സ്നേഹത്തോടെ പോകാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ നിൻ്റെ അടുക്കൽ നമുക്കും ഒരിടം തരണമേ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. അല്ലാഹുവേ, നീ എൻ്റെ